വെൽക്കം ടു പ്രദാസിൻ്റെ കിച്ചൺ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇറച്ചിൻ്റെ രുചിയുള്ള അടിപൊളിയായിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറിയാണ്. ഇതിന് ആവശ്യമുള്ള ചേരുവകൾ എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഒരു 3 മീഡിയം സൈസ് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ഉള്ളി, പച്ചമുളക്, തക്കാളി, കരിവേപ്പില, കൊത്തമല്ലി, ഇഞ്ചി വെളുത്തുള്ളി ഫസ്റ്റ് കാണിച്ചതാണ്, കുരുമുളക്, ജീരകം. ഇതിന് മസാല ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, ചിക്കൻ പൊടി. ഇതാണ് ഇതിനാവശ്യമുള്ള മസാല ഐറ്റംസ്. വെളിച്ചെണ്ണ ഫസ്റ്റ് ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ പാൻ ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് വലിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ സൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലോണം ഇളക്കി വഴട്ടി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, വെളുത്തുള്ളി ഒരു 4, ഇത് രണ്ടും കൂടി ചതച്ച് എടുത്ത് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, വെളുത്തുള്ളിയും ഇഞ്ചിയും ഇപ്പോൾ ചതച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇത് ഒരു ഗോൾഡൻ കളറിൽ, ട്രാൻസ്പെറൻറ്റ് ഗോൾഡൻ കളറിൽ വരണം. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ആകണ്ട. ഓക്കെ, ഇപ്പോൾ നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് പച്ചമുളക് ഒരു 4 കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു 5 പച്ചമുളക് കൂടി ഇതിൽ ചേർക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടിയും ചേർത്തുന്നുണ്ട്, കുരുമുളക് ചേർത്തുന്നുണ്ട്. അപ്പോൾ എരിവ് ഉണ്ടാവും, നോക്കിയിട്ട് ചെയ്തോളൂ. ഇനി തക്കാളി വന്നിട്ട് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതും ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം നമുക്ക് പെട്ടെന്ന് വണങ്ങി കിട്ടാൻ വേണ്ടി നമ്മളിതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വതങ്ങി കിട്ടും. ഓക്കെ, ഇപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് മിക്സാക്കാം. ഇതൊരു 2 to 3 മിനിറ്റ്സ് നല്ലോണം ഇങ്ങനെ വഴറ്റിയതിന് ശേഷം ഇതിൽ നമുക്ക് വെള്ളം ആവശ്യത്തിനുള്ളത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നോക്കൂ, ഈ സ്റ്റേജിൽ ഇപ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 2 മിനിറ്റ് പിന്നെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചിട്ട് ഒരു 4 to 5 മിനിറ്റ് ഇത് നല്ലോണം തിളച്ചു വരണം. ഇപ്പോൾ വന്നിട്ടുണ്ട്, ഒരു 4-5 മിനിറ്റായി. ഇപ്പം നല്ല തിളച്ച് ഈ മറ്റെന്താ തക്കാളി, ഉള്ളി ഇതൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് നമ്മൾ 3 എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റേജിൽ വേണം ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കണം. ഓക്കെ, ഇപ്പോൾ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ മിക്സാക്കി കൊടുത്തിട്ട് ഇപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പിലും കൊത്തമല്ലിയും ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് വന്നിട്ട് അത് വഴറ്റി കിട്ടാൻ വേണ്ടി, പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഉപ്പ് ചേർത്തി. ഇപ്പോൾ ആവശ്യത്തിനുള്ള കഷ്ണങ്ങൾ വേകാനുള്ളതും എല്ലാം കൂടി അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് മിക്സായിട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വേവും 5 to 7 മിനിറ്റ്സിൽ. അപ്പോൾ അടച്ചു കൊടുത്ത് 7 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്തു. ഇപ്പോൾ വന്നിട്ടെന്ന് വെച്ചാൽ കുരുമുളകും ജീരകം എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒരു സ്പൂണ് അത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് ഈ സ്റ്റേജിൽ ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇറച്ചി രുചിയുള്ള ഉരുളക്കിഴങ്ങ് റെഡിയാണ്. ചപ്പാത്തി, ദോശ, ഇഡ്ഡലി എല്ലാത്തിനും അടിപൊളിയായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ ഫ്രണ്ട്സിന്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ടേക്ക് കെയർ.